വെൽക്കം ടു റിജു ആൻഡ് PSK ഓൺലൈൻ ക്ലാസ്സസ്. ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് തെർമോഡൈനാമിക്സിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് വരുന്ന കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ അത് സെപ്പറേറ്റ് ഒരു ചാപ്റ്ററായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ കോമ്പൻഡിയത്തിലാണെങ്കിൽ ഇറ്റ് ഈസ് എ കമ്പൈൻഡ് ചാപ്റ്റർ തെർമോഡൈനാമിക്സ് ആൻഡ് കൈനറ്റിക് തിയറി. ആക്ച്വലി തെർമോഡൈനാമിക്സിൽ നമ്മൾ കാണുന്നത് ഒരു സിസ്റ്റത്തിലേക്ക് എത്ര തരത്തിൽ ഹീറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ എത്ര തരത്തിലുള്ള തെർമോഡൈനാമിക്കൽ പ്രോസസ്സുകളുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഹീറ്റ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്തതിനെ വർക്കാക്കി കൺവേർട്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ കണ്ടത്. ഈ ചാപ്റ്ററിൽ നമ്മൾ കുറേ കൂടെ മോളിക്കുലർ ലെവലിലുള്ള ഗ്യാസ് മോളിക്യൂൾസിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയാണ് പഠിക്കുന്നത്. അതായത് ഇറ്റ് ഈസ് ദ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് മീൻസ് എ തിയറി which gives an idea of the behavior of gas molecules and their molecular level properties. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ കൈനറ്റിക് തിയറിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആസ് ആൻ ഇൻട്രൊഡക്ഷൻ ഗ്യാസുകളുടെ ബിഹേവിയറെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ലോസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ചെറിയ ക്ലാസ്സുകളിൽ കുറച്ചെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഈ വർഷം സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ കെമിസ്ട്രിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ സെയിം ലോസ് തന്നെയാണ്. So we have to start with the gas laws. അപ്പോൾ we are starting with gas laws. അത് നമ്മളുടെ തെർമോഡൈനാമിക്കൽ വേരിയബിളുകളായിട്ടുള്ള പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, അവരുടെ ഇടയിലുള്ള റിലേഷൻസ് ആണ് നമുക്ക് ഗ്യാസ് ലോസ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിലാദ്യം തന്നെ we have to start with ബോയിൽസ് ലോ. ബോയിൽസ് ലോ എന്ന് പറയുന്നത് ഒരു ഗ്യാസ് സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുകയാണെങ്കിൽ, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അറിയാം, ദിസ് ഇസ് ആൻ ഐസോതെർമൽ പ്രോസസ്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിക്കഴിഞ്ഞാൽ the pressure experienced by the gas molecules will be inversely proportional to the volume of the container. അപ്പോൾ നമ്മളതിനെ എന്ത് ഫോമിലേക്കാക്കി മാറ്റും? ഒരു ഇക്വേഷൻ ആക്കിയിട്ട് PV ഈസ് കോൺസ്റ്റൻ്റ് എന്ന് പറയാം. ഓർ യു വിൽ ബി റൈറ്റിംഗ് ലൈക്ക് P1 V1 ഈസ് ഈക്വൽ ടു P2 V2 എന്ന് പറയും. ഇതിനെ ഗ്രാഫിക്കലായിട്ട് നമ്മളൊരു പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി പ്ലോട്ടിംഗ് വോളിയം വേഴ്സസ് പ്രഷർ എടുത്തു കഴിഞ്ഞാൽ പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം അല്ലേ മക്കളെ? നമ്മൾ ഐസോതെർമൽ പ്രോസസ്സിൽ കണ്ട അതേ കാര്യം തന്നെയാണ്. പിന്നെ ഇത് ബോയിൽസ് ലോ പറയുന്നതിന് വേണ്ടിയിട്ടൊന്ന് റിപ്പീറ്റ് ചെയ്തെന്ന് മാത്രം. സോ യു വിൽ ഗെറ്റ് എ റെക്ടാങ്കുലർ ഹൈപ്പർബോള ആൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ഹൈപ്പർബോള dP ഡിവൈഡഡ് ബൈ dV ഈക്വൽ ടു, ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ദാറ്റ് ഈസ് മൈനസ് P ഡിവൈഡഡ് ബൈ V ആണ് ഇതിൻ്റെ സ്ലോപ്പ് വരുന്നത്. സോ നൗ ദിസ് ഇസ് കെപ്റ്റ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് T എന്ന് പറയുന്ന ടെമ്പറേച്ചറിലാണ് നമ്മളിതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കിട്ടി? റെക്ടാങ്കുലർ ഹൈപ്പർബോളിക് ഷേപ്പിലായിട്ട് കിട്ടി. പ്രഷർ ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് പ്രഷറിനെയും വോളിയത്തിനെയാണ്, അത് ശ്രദ്ധിക്കണം. പിന്നെ അറിയാലോ, ഈ ഗ്രാഫിന് അണ്ടറിലുള്ള ഏരിയ എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ദ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഓർ വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് ഫ്രം ദ സ്റ്റേറ്റ് ഓഫ് P1 V1 ടു P2 V2. ഇതിപ്പോൾ എക്സ്പാൻഷൻ ആണോ കംപ്രഷൻ ആണോ എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല, ഇൻഡിക്കേഷൻ ഇല്ലല്ലോ. സോ ജനറലായിട്ട് പ്രഷർ വേഴ്സസ് വോളിയം ഫോർ എ ഐസോതെർമൽ പ്രോസസ് ഇസ് ഹൈപ്പർബോളിക് പ്ലോട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞു. ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വർക്കിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഓൾറെഡി നമ്മൾ കണ്ട കാര്യമാണ്. ഇനിയിപ്പോൾ സപ്പോസ് നമുക്ക് ഇതിനെ തന്നെ, ഇതേ ലോ തന്നെ നമ്മൾ എന്ത് ഫോമിലാക്കി മാറ്റുന്നു? ഇതിപ്പോൾ പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്നുള്ള രീതിയിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ബോയിൽസ് ലോക്ക് തന്നെ വേറൊരു വെർഷനും ഉണ്ട്. ഇത് പ്രഷർ വോളിയം വെർഷനാണ്. ഇതേപോലെ തന്നെ നമുക്ക് ഡെൻസിറ്റി വേഴ്സസ് പ്രഷർ എന്ന് പറയുന്ന ഒരു വെർഷനും ബോയിൽസ് ലോക്ക് അവൈലബിൾ ആണ്. അതായത് പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ആണെങ്കിൽ, വോളിയത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ മക്കളെ നമുക്ക് ഇങ്ങനെയും കൂടെ പറഞ്ഞൂടെ? വെൻ ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ΔT ഈക്വൽ ടു 0, പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്ന് പറഞ്ഞ പോലെ വോളിയത്തിന് ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി ഓഫ് ദ ഗ്യാസ് ആണ്. അപ്പോൾ പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? P ഡിവൈഡഡ് ബൈ റോ ഈസ് കോൺസ്റ്റൻ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ P1 ഡിവൈഡഡ് ബൈ ρ1 is equal to
P2 ഡിവൈഡഡ് ബൈ റോ 2 എന്ന് നമുക്ക് കിട്ടും. P1 ഡിവൈഡഡ് ബൈ റോ 1 ഈസ് ഈക്വൽ ടു P2 ഡിവൈഡഡ് ബൈ റോ 2. അതായത് ഇതേ ബോയിൽസ് ലോയുടെ ഗ്രാഫ് തന്നെ നമുക്ക് എങ്ങനെയും വരയ്ക്കാം. ഇഫ് യു ആർ പ്ലോട്ടിംഗ് ഡെൻസിറ്റി ആൻഡ് പ്രഷർ, ഡെൻസിറ്റിയും പ്രഷറിനെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ യു വിൽ ഗെറ്റ് എ സ്ട്രൈറ്റ് ലൈൻ. കാരണം പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഡെൻസിറ്റി ആണ്. അപ്പോൾ ഗ്രാഫ് കണ്ടിട്ട് അത് ബോയിൽസ് ലോ ആണോ ചാൾസ് ലോ ആണെന്ന് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. വാരിയബിൾസ് നോക്കിയാൽ മതി. പ്രഷറും വോളിയവുമാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്കൊരു റെക്ടാങ്കുലർ ഹൈപ്പർബോളയും പ്രഷറും ഡെൻസിറ്റിയാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്കൊരു സ്ട്രൈറ്റ് ലൈനും ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന നിലയ്ക്ക് ബോയിൽസ് ലോയുടെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ബോയിൽസ് ലോയുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രഷർ ഡയറക്ട്ലി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്നും പറയാം, പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി എന്ന് പറയാം. ഇത് രണ്ടും ബോയിൽസ് ലോയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇൻ ഡിഫറെൻറ്റ് വാരിയബിൾസ്. രണ്ട് ഡിഫറെൻറ്റ് വാരിയബിൾ, ഇപ്പോൾ ഇത് വോളിയത്തിൻ്റെ ടൈമിലും അത് ഡെൻസിറ്റിയുടെ ടൈമിലുമാണ്. രണ്ട് തരത്തിലുള്ള ഗ്രാഫ് കണ്ടു. അപ്പോൾ ഗ്രാഫ് കണ്ടിട്ട് സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ അത് ബോയിൽസ് ലോ ആണോ അല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വേണ്ട. വാരിയബിൾസ് നോക്കി തീരുമാനിക്കുക പ്രഷർ വേഴ്സസ് ഡെൻസിറ്റിയുടെ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഫോർ എ കമ്പാരിസൺ ചോദ്യം വരാവുന്നതാണ്. ഇതിൽ നിന്ന് നമുക്കൊരു പ്രഷർ വോളിയം ഗ്രാഫ് തന്നിട്ടുണ്ട്. ദിസ് ഇസ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് T1 ആൻഡ് അനദർ പ്രോസസ്, അനദർ ഐസോതെർമൽ പ്രോസസ് ഇസ് ഗിവൺ ആൻഡ് ദാറ്റ് ഈസ് ടേക്കൺ അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് T2. അപ്പോൾ നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലുള്ള ഐസോതെർമൽ പ്രോസസ്സുകളുടെ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. നിങ്ങളോട് ചോദിക്കുക ഇതിൽ ഈ T1 T2 തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്, അതായത് കമ്പാരിസൺ ഓഫ് ദീസ് ടു ഐസോതെർമൽ പ്രോസസ്സസ്. T1 ഗ്രേറ്റർ ദാൻ T2 ആണോ, ഈക്വൽ ടു T2 ആണോ, ലെസ് ദാൻ T2 ആണോ, അല്ലെങ്കിൽ അവിടുന്ന് നമുക്കൊരു പ്രഡിക്ഷനിൽ എത്താൻ പറ്റാത്ത സാഹചര്യമാണോ, അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻ ആയിരിക്കും വരിക. അപ്പോൾ ഇതുപോലുള്ള തന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് തരത്തിൽ ഇവരുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. രണ്ട് തരത്തിൽ നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളവിടെ ഏതെങ്കിലും ഒരു വാരിയബിളിനെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുക എന്നുള്ളതാണ്. അതായത് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇങ്ങനെ രണ്ട് ഗ്രാഫ് തന്നാൽ ഫോർ ദ കമ്പാരിസൺ പ്രോസസ് ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ആക്സിസ്, ഒന്നുകിൽ പ്രഷർ ആക്സിസ് അല്ലെങ്കിൽ വോളിയം ആക്സിസ്, ഈ രണ്ട് ആക്സിസുകളിൽ ഏതെങ്കിലും ഒരു ആക്സിസിന് പാരലായിട്ടൊരു ലൈൻ വരയ്ക്കുക. നോക്കുക, ഞാനിപ്പോൾ വോളിയം ആക്സിസിന് പാരലായിട്ടൊരു ലൈൻ വരച്ചു. സോ ഇൻ ദിസ് കേസ് ദ വോളിയം ഈസ് V0. അപ്പോൾ മക്കളെ നിങ്ങളൊന്ന് നോക്കിയേ, ഇവിടെ V0 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ, V0 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ ആദ്യത്തെ ഗ്രാഫിൻ്റെ പ്രഷർ വരുന്നത് P1 ആണ്. V0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഫസ്റ്റ് ഗ്രാഫിൽ വരുന്ന പ്രഷർ P1 ആണ്. സെക്കൻഡ് ഗ്രാഫിൽ വരുന്ന പ്രഷർ എത്രയാണ്? P2 ആണ്. ഫോർ an elementary volume V0, the pressure corresponding to the first graph is P1 and that correspond to the second graph is P2. ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ എന്താണ്? P2 ഗ്രേറ്റർ ദാൻ P1 എന്നല്ലേ? P2 ഗ്രേറ്റർ ദാൻ P1 എപ്പോഴാണ്? അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം അല്ലേ? അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം V0. അതായത് V0 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ P2 ഗ്രേറ്റർ ദാൻ P1 ആണ്. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന ലോ ആണ്. എന്നാലും നിങ്ങൾ ഓൾറെഡി ഒരു തവണ കെമിസ്ട്രിയിലെങ്കിലും കണ്ടിട്ടുള്ളത് കൊണ്ട് ഇത് തെർമോഡൈനാമിക്സ് ആൻഡ് കൈനറ്റിക് തിയറി എന്ന് പറയുന്നത് കെമിസ്ട്രിയുമായിട്ട് വളരെ റിലേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ പഠിച്ച കാര്യമല്ലേ, കെമിസ്ട്രിയിൽ പഠിച്ചതല്ലേ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾ ചാൾസ് ലോ പഠിച്ചിട്ടുണ്ടാവും. എന്താണ്? കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. അതായത് അറ്റ് ഈ V0 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ P2 ഗ്രേറ്റർ ദാൻ P1 ആണ്. ആൻഡ് വി നോ ബൈ ദ ചാൾസ് ലോ അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? എവിടെയാണോ പ്രഷർ കൂടുതലായിരിക്കുന്നത് അവിടെ എന്ത് കൂടുതലാണ്? ടെമ്പറേച്ചർ കൂടുതലാണ്. എവിടെ പ്രഷർ കൂടുതലാണോ അവിടെ ടെമ്പറേച്ചർ കൂടുതലാണ്. സോ P2 ഗ്രേറ്റർ ദാൻ P1 ആണെങ്കിൽ വാട്ട് വി ക്യാൻ കൺക്ലൂഡ് ഈസ് the process is taken at a constant volume. At constant volume pressure directly proportional to temperature ആണ്. സോ എവിടെയാണോ പ്രഷർ കൂടിയിരിക്കുന്നത് അവിടെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. സോ അവർ ആൻസർ ഈസ് T2 ഈസ് ഗ്രേറ്റർ ദാൻ T1. ദാറ്റ് ഈസ് ആൻസർ. നമുക്കത് ഓപ്ഷൻ കിട്ടുമൊന്നും വേണ്ട, നമുക്കല്ലാതെ തന്നെ കണ്ടുപിടിക്കാം. ഇനി ഇങ്ങനെ അല്ലാതെ വേറൊരു വഴിയും കൂടെ ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാലോ, ഈ ഗ്രാഫിന് അണ്ടറിലുള്ള ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ്? വർക്കാണ്.
ഈ രണ്ട് ഗ്രാഫിൻ്റെ അണ്ടറിലുള്ള ഏരിയ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വർക്കാണ് കിട്ടുന്നത്. ഇവിടെ നിങ്ങൾ നോക്കി ഏത് ഗ്രാഫിൻ്റെ അടിയിലാണ് കൂടുതൽ ഏരിയ വരുന്നത്? ആദ്യത്തെ ഗ്രാഫും രണ്ടാമത്തെ ഗ്രാഫും ഏതാണ്ട് ഒരേ ലെങ്ത് തന്നെയാണെന്ന് വിചാരിച്ചു. ആദ്യത്തെ ഗ്രാഫിനടിയിലുള്ള ഏരിയ ഇത്രയേ വരുന്നുള്ളൂ. പക്ഷേ രണ്ടാമത്തെ ഗ്രാഫിൻ്റെ അടിയിലായിട്ട് കുറച്ചുകൂടെ അഡീഷണൽ ആയിട്ട് ഏരിയ വരുന്നുണ്ട്. സോ ആദ്യത്തെ ഗ്രാഫ് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഏരിയയേക്കാൾ കൂടുതലാണ് രണ്ടാമത്തെ ഗ്രാഫ് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഏരിയ. അപ്പം നമുക്ക് എന്ത് പറയാം? ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ സെക്കൻഡ് ഗ്രാഫ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ഏരിയ ഗിവൺ അണ്ടർ ദ ഗ്രാഫ് ഓഫ് സെക്കൻഡ് ഗ്രാഫ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ ഫസ്റ്റ് ഗ്രാഫ്. അപ്പോൾ ഏരിയ കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഫസ്റ്റ് പ്രോസസ്സിൽ ചെയ്ത വർക്കിനേക്കാൾ സെക്കൻഡ് പ്രോസസ്സിൽ ചെയ്ത വർക്ക് കൂടുതലാണ്. അപ്പോൾ W2 ഗ്രേറ്റർ ദാൻ W1 എന്ന് വരും. W2 ഗ്രേറ്റർ ദാൻ W1. എവിടെയാണോ കൂടുതൽ വർക്ക് നടക്കുന്നത് അവിടെ കൂടുതൽ ഹീറ്റ് എനർജി നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. സോ വർക്ക് എവിടെയാണോ കൂടുതൽ നടന്നത് നാച്ചുറലി അവിടുത്തെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? T2 ഗ്രേറ്റർ ദാൻ T1. വർക്ക് നടക്കുന്നത് ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ വർക്ക് നടക്കുന്നത് ഇപ്പോൾ ഇതിൽ നടക്കുന്ന വർക്കിനേക്കാൾ കൂടുതലാണ് ഇവിടെ വർക്ക് നടക്കുന്നത്. അപ്പോൾ വർക്ക് നടക്കുന്നത് എവിടെയാണോ അധികം അവിടുത്തെ ടെമ്പറേച്ചർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. കാരണം ഹൈ ടെമ്പറേച്ചറിൽ തെർമോഡൈനാമിക്കൽ വർക്ക് നടക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. സോ ഇങ്ങനെയും കണ്ടുപിടിക്കാം. രണ്ട് മെത്തേഡ് ഉണ്ട്. ഏതാണോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് അത് വെച്ച് നമുക്ക് ആൻസർ ചെയ്യാം. ഇതേപോലെ തന്നെ നമ്മളുടെ രണ്ടാമത്തെ ഗ്രാഫും നോക്കാട്ടോ. രണ്ടാമത് നമ്മളൊരു ഗ്രാഫ് പറഞ്ഞില്ലേ, ഇതൊക്കെ ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലല്ല, കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കാര്യങ്ങളാണ്. നമ്മളുടെ രണ്ടാമത്തെ ഗ്രാഫ് അതായത് നമ്മൾ പ്ലോട്ട് ചെയ്ത് ആരൊക്കെയാണ്? പ്രഷറിനെയും ഡെൻസിറ്റിയാണ് പ്ലോട്ട് ചെയ്തത്. സോ യു ഹാവ് ഗിവൺ 2 graphs like this. This is at a temperature of T1 and this is at a temperature of T2. ഇവിടെ നമുക്ക് ഏരിയ എടുത്ത് വർക്ക് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. കാരണം പ്രഷർ ഡെൻസിറ്റി ഗ്രാഫിൻ്റെ അണ്ടറിലുള്ള ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് കിട്ടില്ല. ഇവിടെ ഇപ്പോൾ നമ്മളുടെ വഴി എന്ത് മാത്രമാണ്? നേരത്തെ ചെയ്ത പോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് കണ്ടുപിടിക്കലാണ്. നോക്കാം എന്താണ് വരുന്നതെന്ന്. ഏത് ആക്സിസിന് വേണമെങ്കിൽ പാരലായിട്ട് വരയ്ക്കാം കേട്ടോ. ഞാനപ്പോൾ പ്രഷർ ആക്സിസിന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. ആൻഡ് ഐ എം മേക്കിംഗ് ദ പ്രഷർ എ കോൺസ്റ്റൻറ്റ്. സോ P0 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ആദ്യത്തേതിൻ്റെ ഡെൻസിറ്റി വരുന്നത് ρ1 ആണ്. രണ്ടാമത്തേതിൻ്റെ ഡെൻസിറ്റി വരുന്നത് ρ2 ആണ്. അറ്റ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ P0, the first graph is corresponding to a pressure of corresponding to a density of ρ1 and second graph is corresponding to a density of ρ2. അപ്പോൾ എന്താണ് നമ്മളുടെ കൺക്ലൂഷൻ? ρ2 is greater than ρ1 at a constant pressure of P0. P0 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ρ2 ഗ്രേറ്റർ ദാൻ ρ1 ആണ്. എവിടെയാണോ ഡെൻസിറ്റി കൂടിയിരിക്കുന്നത്, എവിടെയാണോ കൂടിയിരിക്കുന്നത് അവിടെ എന്ത് കുറവായിരിക്കും? വോളിയം കുറവായിരിക്കും. അപ്പോൾ ρ2 ഗ്രേറ്റർ ദാൻ ρ1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? V2 ഈസ് ലെസ് ദാൻ V1 എന്ന് പറയാം. ഡെൻസിറ്റി കൂടുമ്പോൾ വോളിയം കുറയുമല്ലോ. ഡെൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. അപ്പോൾ ഇതാണ് നമ്മളുടെ റിലേഷൻ. V2 ലെസ് ദാൻ V1 ആണ്. എപ്പോൾ? കോൺസ്റ്റൻറ്റ് പ്രഷറിൽ. ഇതേപോലെ തന്നെ ഗേ-ലുസാക്സ് ലോ ഓഫ് കമ്പൈനിങ് വോളിയം എന്ന് നമ്മൾ കെമിസ്ട്രിയിൽ പറയും. പക്ഷേ ഇവിടെ അതിനെ നമ്മൾ ചാൾസ് ലോ എന്ന് തന്നെ പറയാറുള്ളൂ. എന്താണ്? അറ്റ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ എന്താണ്? അറ്റ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇത് ഗേ-ലുസാക്ക് അല്ല. ഗേ-ലുസാക്ക് നിങ്ങൾ ഇതിനെയാണ് പറയുക. കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഇസ് കോൾഡ് ആസ് ഗേ-ലുസാക്ക് ലോ. നമ്മളിവിടെ അതിനെ ചാൾസ് ലോ എന്ന് തന്നെ പറയുള്ളൂ. ഇതാണെങ്കിൽ ദ പ്യുവർ ഫോം ഓഫ് ചാൾസ് ലോ. അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അപ്പോൾ P0 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് പ്രഷറിൽ നമുക്കറിയാവുന്ന റിലേഷൻ എന്താണ്? വോളിയം ഓഫ് ദ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അപ്പോൾ എവിടെയാണോ വോളിയം കുറവായിരിക്കുന്നത് അവിടെ ആര് കുറവാണ്? ടെമ്പറേച്ചർ കുറവാണ്. അപ്പോൾ വോളിയം കുറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ടെമ്പറേച്ചർ കുറവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? T2 എന്ന് പറഞ്ഞ വോളിയമാണ് കുറവ്. T2 എന്ന് പറയുന്ന വോളിയം കുറവാണെങ്കിൽ T2 എന്ന് പറയുന്ന വോളിയം അല്ല, പറഞ്ഞു മാറിപ്പോയില്ലേ മക്കളെ. വോളിയം എവിടെയാണോ കുറഞ്ഞിരിക്കുന്നത് അവിടെ ടെമ്പറേച്ചറും കുറവായിരിക്കും. സോ V2 ലെസ് ദാൻ V1 ആയതുകൊണ്ട് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? T2 ഇസ് ലെസ് ദാൻ T1 എന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇത് രണ്ടും രണ്ട് ഡിഫറൻറ്റ് ഗ്രാഫാണ് കേട്ടോ. ഇത് രണ്ടും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. രണ്ടും രണ്ട് ഡിഫറൻറ്റ് ഗ്രാഫാണ്. നമ്മൾ ജസ്റ്റ് ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു എന്ന് മാത്രം. ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ട് ടെമ്പറേച്ചർ കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ രണ്ട് മെത്തേഡുകളുണ്ട് നമുക്ക്. ആ രണ്ട് മെത്തേഡിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം. ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് ബോയിൽസ് ലോ. ബോയിൽസ് ലോയുടെ കാര്യം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് പറയേണ്ടത് ചാൾസ് ലോയാണ്. രണ്ടാമത്തെ ഗ്യാസ് ലോയാണ്. ദാറ്റ് ഈസ് ചാൾസ് ലോ. അപ്പോൾ ചാൾസ് ലോയ്ക്ക് തന്നെ രണ്ട് വെർഷൻ ഉണ്ട്. ഒന്ന് വോളിയം വെർഷനും പിന്നെ ഒന്ന് പ്രഷർ വെർഷനും. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് തുടങ്ങാം. അറ്റ്
കോൺസ്റ്റൻറ്റ് പ്രഷർ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതിയാൽ മതി? ഇഫ് ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 0. പ്രഷർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എന്താ റിലേഷൻ? വോളിയം ഓഫ് ദ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ടെമ്പറേച്ചർ. സോ നമുക്ക് എന്ത് പറയാം? വി ഡിവൈഡഡ് ബൈ ടി ഈസ് കോൺസ്റ്റൻ്റ് എന്ന് പറയാം. ഓർ V1 ഡിവൈഡഡ് ബൈ T1 ഈസ് ഈക്വൽ ടു V2 ഡിവൈഡഡ് ബൈ T2 എന്ന് കിട്ടും. ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ അല്ലേ. സോ യുവർ ഗ്രാഫ് വിൽ ബി ലുക്ക് ലൈക്ക് വോളിയം വേഴ്സസ് ടെമ്പറേച്ചർ എപ്പോഴും കെൽവിൻ യൂണിറ്റിൽ തന്നെ എടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതുപോലുള്ള ഗ്രാഫുകൾ വരുന്ന സമയത്ത് in all the graphs including temperature, the unit of temperature must be taken in Kelvin. ഡിഗ്രി സെൽഷ്യസിൽ എടുത്തു കഴിഞ്ഞാൽ ഈ റേഷ്യോ വാലിഡ് ആയിട്ട് വരില്ല. SI യൂണിറ്റിൽ മാത്രം എടുക്കണം. അപ്പോൾ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ ആണെങ്കിൽ നമ്മുടെ ഗ്രാഫ് എന്തായിരിക്കും? ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ സ്ട്രൈറ്റ് ലൈൻ ആകുമ്പോൾ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇതിൻ്റെ സ്ലോപ്പ് എത്രയാണ്? തീറ്റയാണ് ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അതാരാ? ടാൻ തീറ്റയാണ്. അപ്പോൾ ടാൻ തീറ്റ ഈക്വൽ ടു സ്ലോപ്പ് ഈക്വൽ ടു എന്താണ് മക്കളെ? ഡി വി ഡിവൈഡഡ് ബൈ ഡി ടി എന്നല്ലേ കിട്ടുക? ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇതാണ് സ്ലോപ്പ്. അപ്പോൾ ഇവിടെ ഈ ഡി വി ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് പറയുന്ന ആളെ നമുക്ക് അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്തൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. വെറുതെ ഡി വി ബൈ ഡി ടി എന്ന് മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമ്മളുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിലേക്ക് തിരിച്ചു പോവാം. അപ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ പറയുന്നത് എന്താണ്? പി വി ഈക്വൽ ടു എൻ ആർ ടി ആണ്. അപ്പോൾ ഇവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആണല്ലോ. പ്രഷർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ഞാൻ പ്രഷറിനെ മാറ്റി നിർത്തി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഡി വി എന്ന് കിട്ടും. പ്രഷർ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കോൺസ്റ്റൻ്റ് ആണ്. എൻ ആർ ഇൻറ്റു ഡി ടി എന്നല്ലേ നമുക്ക് കിട്ടുക. സോ നമുക്ക് എന്ത് കിട്ടി? ഡി വി ഡിവൈഡഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എത്ര വരണേ? എൻ ആർ ഡിവൈഡഡ് ബൈ പി എന്ന് കിട്ടും. സോ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഈസ് ഈക്വൽ ടു എന്തായിട്ട് വന്നു? എൻ ആർ ഡിവൈഡഡ് ബൈ പി എന്ന് വന്നു. സോ ദിസ് ഇസ് ദ വാല്യൂ ഓഫ് ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ്. ഇത് ഒരു ഫോമാണ്. വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു ഫോമാണ്. ഇതിനെ തന്നെ നമുക്ക് എന്തും പറയാം? കോൺസ്റ്റൻറ്റ് പ്രഷറിൽ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ പോലെ ഡെൻസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞൂടെ? വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഡെൻസിറ്റി ഓട്ടോമാറ്റിക്കലി ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആയിരിക്കും. കാരണം ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടുമ്പോൾ ആര് കുറയും? ഡെൻസിറ്റി കുറയും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഏത് ഫോമിലായിരിക്കും? വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ അല്ലേ? ഡെൻസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോള ആയിരിക്കും. സോ റെക്ടാങ്കുലർ ഹൈപ്പർബോള കണ്ടാൽ ഉടനെ അത് ബോയിൽസ് ലോ ആണെന്ന് തെറ്റിദ്ധരിക്കേണ്ട, അല്ലെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ കണ്ടാൽ അത് ചാൾസ് ലോ ആണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. രണ്ടിലും ഈ പറഞ്ഞ രണ്ട് തരം ഗ്രാഫും പോസിബിൾ ആണ്. സോ വാട്ട് യു ഹാവ് ടു ചെക്ക് ഇസ് ദ എക്സ് വാരിയബിൾ ആൻഡ് വൈ വാരിയബിൾ. ഇത് രണ്ടും ചെക്ക് ചെയ്താൽ മതി. അതിന് ശേഷമേ അത് ബോയിൽസ് ലോയുടെ ഗ്രാഫാണോ അല്ലെങ്കിൽ ചാൾസ് ലോയുടെ ഗ്രാഫാണോ എന്ന് ഉറപ്പിക്കാൻ പാടുള്ളൂ. അപ്പോൾ രണ്ടിലും സ്ട്രൈറ്റ് ലൈനും പോസിബിൾ ആണ്, ഈ പറഞ്ഞ ഹൈപ്പർബോളിക് ഷേപ്പും പോസിബിൾ ആണ്. ഈ സ്ലോപ്പിൻ്റെ വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഇസ് ഈക്വൽ ടു എൻ ആർ ബൈ പി എന്ന് പറയുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പാരിസണ് തന്നെ. സപ്പോസ് രണ്ട് ഗ്രാഫുകൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്, വോളിയം വേഴ്സസ് ടെമ്പറേച്ചറിൻ്റെ രണ്ട് ഗ്രാഫുകൾ. വൺ ഈസ് ഗിവൺ ലൈക്ക് ദിസ് ആൻഡ് ദ അതർ വൺ ഈസ് ഗിവൺ ലൈക്ക് ദിസ്. ദിസ് ഇസ് ടേക്കൺ ആസ് T1 അല്ല P1 ആൻഡ് ദിസ് ഇസ് ടേക്കൺ ആസ് P2. നമുക്ക് P1 P2 തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം. ദിസ് മേക്സ് ആൻ ആംഗിൾ ഓഫ് θ2 ആൻഡ് ദിസ് മേക്സ് ആൻ ആംഗിൾ ഓഫ് θ1. ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പലതരത്തിൽ ആൻസർ കണ്ടുപിടിക്കാം. ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നില്ലേ, എക്സ് ആക്സിസിനോ വൈ ആക്സിസിനോ പാരലായിട്ടൊരു ലൈൻ വരച്ച് കണ്ടുപിടിക്കാം. പക്ഷേ ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്തറിയാം? സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഇസ് ഈക്വൽ ടു എൻ ആർ ഡിവൈഡഡ് ബൈ പി അല്ലേ? സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഇസ് ഈക്വൽ ടു എൻ ആർ ഡിവൈഡഡ് ബൈ പി ആണ്. ഇവിടെ ആദ്യത്തെ ഇത് P1 എന്ന് പറയുന്ന പ്രഷറിലും ഇത് P2 എന്ന് പറയുന്ന പ്രഷറിലുമാണ് എടുത്തിരിക്കുന്നത്. സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് കണ്ടാൽ അറിയാം, ഇതിൽ ആദ്യത്തെ ലൈനിനേക്കാൾ സ്ലോപ്പ് കൂടുതൽ രണ്ടാമത്തെ ലൈനാണ്. ചെരിവ് കൂടുതൽ ഇതിനല്ലേ? അപ്പോൾ ആദ്യത്തേതിൻ്റെ സ്ലോപ്പിനേക്കാൾ രണ്ടാമത്തേതിൻ്റെ സ്ലോപ്പ് കുറവാണ്. ഇത് നല്ല ഓൾമോസ്റ്റ് 90 ഡിഗ്രിയുടെ അടുത്തേക്ക് വന്നു. ഇതിനത്ര സ്ലോപ്പ് ഇല്ല, ചെരിവ് കുറവാണ്. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ്, രണ്ടാമത്തേതിൻ്റെ സ്ലോപ്പ് M2 എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ M1 ആണ്. ആദ്യത്തേതിൻ്റെ സ്ലോപ്പ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എവിടെയാണോ സ്ലോപ്പ് കൂടിയിരിക്കുന്നത്, സ്ലോപ്പ് കൂടിയ സ്ഥലത്ത് ആര് കുറവായിരിക്കും? പ്രഷർ കുറവായിരിക്കും.
കാരണം പ്രഷറിൻ്റെ വാല്യൂ കൂടുമ്പോഴാണല്ലോ ഇവിടെ NR എന്ന് പറഞ്ഞാൽ എന്തായാലും കോൺസ്റ്റൻ്റ് ആണ്, നമ്പർ ഓഫ് മോൾസും യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റും. ഇവിടെ ചേഞ്ച് ചെയ്യാവുന്നത് ആരെയാണ്, അല്ലെങ്കിൽ ചേഞ്ച് വരുന്ന ആർക്ക് മാത്രമാണ്, പ്രഷറിന് മാത്രമാണ്. ആദ്യത്തെ ഗ്രാഫ് P1 പ്രഷറിലും രണ്ടാമത്തെ ഗ്രാഫ് P2 പ്രഷറിലുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്ലോപ്പിനെ ആരാ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ലോപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ ആരാ, പ്രഷറാണ്. സോ എവിടെയാണോ പ്രഷർ കൂടിയിരിക്കുന്നത്, പ്രഷറിൻ്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ആര് കുറയും, സ്ലോപ്പ് കുറയും. സോ സ്ലോപ്പ് കുറഞ്ഞ ഗ്രാഫ് ആണെങ്കിൽ അവിടെ പ്രഷർ കൂടുതലായിരിക്കും. ഈ ഗ്രാഫ് നോക്കിയാൽ സ്ലോപ്പ് കുറവാണ്, അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്, അവിടെ പ്രഷർ കൂടുതലാണ്. ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് വളരെ കൂടുതലാണ്. സ്ലോപ്പ് എവിടെയാണോ കൂടിയിരിക്കുന്നത് അവിടെ ആര് കുറവായിരിക്കും, പ്രഷർ കുറവായിരിക്കും. ഒന്ന് നോക്കി നിങ്ങൾ, സ്ലോപ്പ് എവിടെയാണോ കുറഞ്ഞിരിക്കുന്നത് അവിടെ പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കുറവാണ്. അതിൻ്റെ അർത്ഥം എന്താണ്, രണ്ടാമത്തെ ഗ്രാഫിൻ്റെ പ്രഷർ കൂടുതലാണ്. സോ P2 ഈസ് ഗ്രേറ്റർ ദാൻ P1 എന്ന് കിട്ടും. ആദ്യത്തേതിന് സ്ലോപ്പ് വളരെ കൂടുതലാണ്, സോ അവിടെ പ്രഷർ കുറവാണ്. ഇനി ഇത് കറക്റ്റ് ആണോ എന്ന്, ഇപ്പോൾ ഇത് മനസ്സിലാവാത്ത മെത്തേഡാണ്. ഇപ്പോൾ ആദ്യത്തെ പറഞ്ഞ മെത്തേഡാണ് നിങ്ങൾക്ക് എളുപ്പമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരച്ച് നോക്കിക്കോ. ഇതാ നമ്മൾ ആദ്യം പറഞ്ഞ മെത്തേഡാണ്, കഴിഞ്ഞ ബോയിൽസ് ലോയുടെ കേസിൽ പറഞ്ഞതാണ്. അതായത് വോളിയം വേഴ്സസ് ടെമ്പറേച്ചർ, രണ്ട് ഗ്രാഫുകൾ തന്നിട്ടുണ്ട്. ആദ്യത്തേത് P1 പ്രഷറിലും രണ്ടാമത്തേത് P2 പ്രഷറിലും എടുക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രൈറ്റ് ലൈൻ y ആക്സിസിന് പാരലായിട്ട് വരച്ചു. y ആക്സിസിനോ x ആക്സിസിനോ ഏത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്തു, കോൺസ്റ്റൻ്റ് ആക്കി എടുത്തു. സോ അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഇതിൻ്റെ വോളിയം വരുന്നത് V2ഉം ഇതിൻ്റെ വോളിയം വരുന്നത് V1ഉം ആണ്. കറക്റ്റ് അല്ലേ? ആൻഡ് യു നോ ദാറ്റ് V1 ഈസ് ഗ്രേറ്റർ ദാൻ V2 എപ്പോൾ, അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. സോ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ എവിടെയാണോ വോളിയം കൂടിയിരിക്കുന്നത്, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലെ റിലേഷൻ എന്താ, അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്നല്ലേ മക്കളെ. അപ്പോൾ എവിടെയാണോ വോളിയം കൂടിയിരിക്കുന്നത് അവിടെ പ്രഷർ കുറവായിരിക്കും. അപ്പോൾ നോക്കിയേ, ഇവിടെ V1 ഗ്രേറ്റർ ദാൻ V2 ആണ്. V1 ഗ്രേറ്റർ ദാൻ V2 ആണെങ്കിൽ വോളിയം എവിടെയാണോ കൂടിയിരിക്കുന്നത് അവിടുത്തെ പ്രഷർ കുറവായിരിക്കും. P1 ലെസ് ദാൻ P2. അത് തന്നെയല്ലേ ഇവിടെയും കിട്ടിയിട്ടുള്ളത്, P2 ഗ്രേറ്റർ ദാൻ P1 അല്ലെങ്കിൽ P1 ലെസ് ദാൻ P2. ഈ മെത്തേഡോ അല്ലെങ്കിൽ ഈ മെത്തേഡോ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ ഒരു വോളിയത്തിനെയോ അല്ലെങ്കിൽ ടെമ്പറേച്ചറിനെയോ കോൺസ്റ്റൻ്റ് ആക്കി എടുക്കണം, എന്നിട്ട് അത് കമ്പയർ ചെയ്യണം. ഇവിടെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ലോപ്പ് കൂടിയിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കിയാൽ മതി. സ്ലോപ്പ് കൂടിയിരിക്കുന്ന സ്ഥലത്ത് പ്രഷർ കുറവായിരിക്കും, സ്ലോപ്പ് കുറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം ഇത് സ്ലോപ്പ് കൂടിയ ആളാണ്. അതായത് അതിൻ്റെ മീനിങ് എന്താ, പ്രഷർ കുറവാണ്. കഴിഞ്ഞ കാര്യം. ഒരു മിനിറ്റ് ഒന്നും നമുക്ക് ഒരു മിനിറ്റ് പോലും എടുക്കില്ല നമുക്ക്. വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് അതിൻ്റെ ആൻസറിലേക്ക് വരാൻ പറ്റും. അപ്പോൾ ഇതാണ് ചാൾസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ചാൾസ് ലോയുടെ തന്നെ വേറൊരു വെർഷനാണ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ വോളിയം വെർഷനാണ്. ഇനി പ്രഷർ വെർഷനാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് കോൾഡ് ആസ് എ ഗെയർ-ലൂസാക്സ് ലോ ഓഫ് കമ്പൈനിങ് വോളിയം. അപ്പോൾ നമുക്കവിടെ അടുത്ത ചാൾസ് ലോയുടെ തന്നെ രണ്ടാമത്തെ ഒരു വെർഷനാണ്. ഇഫ് യു കീപ് ദ വോളിയം ഓഫ് ദ ഗ്യാസ് ആസ് കോൺസ്റ്റൻറ്റ് ദെൻ പ്രഷർ വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ, അല്ലെങ്കിൽ P/T ഈസ് കോൺസ്റ്റൻ്റ് എന്ന് നമുക്ക് കിട്ടും. അതായത് P1/T1 ഈസ് ഈക്വൽ ടു P2/T2. ഇതാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. P1/T1 ഈക്വൽ ടു P2/T2. എന്തായാലും പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആയതുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫ് എന്തായിട്ടേ കിട്ടുള്ളൂ, സ്ട്രൈറ്റ് ലൈൻ ആയിട്ടല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ഇത് പ്രഷറാണ്, ടെമ്പറേച്ചറാണ്. യു ഗെറ്റ് എ സ്ട്രൈറ്റ് ലൈൻ ആൻഡ് ദ ഗ്രാഫ് ഇസ്, അല്ലെങ്കിൽ ദ ഗ്യാസിയസ് സിസ്റ്റം ഈസ് കെപ്റ്റ് അറ്റ് എ വോളിയം ഓഫ് V എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് എന്താ കിട്ടുക, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ tan θ ഈക്വൽ ടു dP/dt. ഈ dP/dtയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ nRT ഈക്വൽ ടു PV ആണ്. ഇവിടെ പ്രഷർ വേരിയബിൾ ആണ്, വോളിയം കോൺസ്റ്റൻ്റ് ആണ്. സോ ഞാൻ എന്ത് എഴുതുന്നു, NR ഇൻറ്റു പാർഷ്യൽ ഡിഫറൻസിയേഷൻ എടുക്കുമ്പോൾ ടെമ്പറേച്ചർ dt ആയിട്ട് മാറും, ഈക്വൽ ടു dP ഇൻറ്റു വോളിയം ഇസ് കോൺസ്റ്റൻറ്റ്. സോ നമുക്ക് എന്ത് കിട്ടി മക്കളെ, dP/dt ഇസ് ഈക്വൽ ടു NR/V എന്ന് കിട്ടും. NR/V. സോ ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ സ്ലോപ്പ്. NR/V എന്ന് കിട്ടും. ദിസ് ഇസ് ദ വാല്യൂ ഓഫ് ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ്.
ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഗ്രാഫിൻ്റെ കമ്പാരിസണിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ 2 ഗ്രാഫ് തന്നിട്ട് അവിടെ വോളിയം എവിടെയാണ് കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ അതേ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഈ ഗ്രാഫിൽ 2 ഗ്രാഫുകൾ തന്നിട്ടുണ്ട്, രണ്ടിൻ്റെ സ്ലോപ്പ് ഡിഫറൻ്റ് ആണ്. സോ എവിടെയാണോ സ്ലോപ്പ് കൂടിയിരിക്കുന്നത് അവിടെ വോളിയം കുറവായിരിക്കും. സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ വോളിയം ടേക്കൺ ഫോർ ദ ഗ്യാസ്. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. ഇനി ഇൻ അഡീഷൻ ടു ദിസ് ചാൾസ് ലോ ആൻഡ് ബോയിൽസ് ലോ നമുക്ക് വരുന്ന അടുത്ത് അവഗാഡ്രോസ് ലോ ആണ്. അതായത് 3 ഗ്യാസ് ലോസ് ആണ് വരുന്നത്, ചാൾസ് ലോ, ബോയിൽസ് ലോ ആൻഡ് ദെൻ അവഗാഡ്രോസ് ലോ. അവഗാഡ്രോസ് ലോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആണ്. എന്താ അവഗാഡ്രോയുടെ ലോ എന്താ പറയുന്നത്? അവഗാഡ്രോസ് ലോയിൽ പറയുന്ന കാര്യം എന്താണ്? 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ് എല്ലാ ഗ്യാഷ്യസ് സിസ്റ്റത്തിനും, ഗ്യാഷ്യസ് സിസ്റ്റം അല്ല എല്ലാ സിസ്റ്റത്തിനും, വെദർ ഇറ്റ് ഈസ് സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസ്, എല്ലാ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസിനും 6.023 × 10⁻23 ആറ്റംസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? 1 മോൾ ഓഫ് ദ സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. സോ 1 മോൾ ഓഫ് ഓൾ മെറ്റീരിയൽസ് കണ്ടെയ്ൻസ് 6.023 × 10⁻23 ആറ്റംസ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അവഗാഡ്രോസ് നമ്പർ അല്ലെങ്കിൽ NA എന്ന് വിളിക്കുന്നത്. പലയിടത്തും നമുക്ക് ആവശ്യം വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ 3 എണ്ണമാണ് ഗ്യാസ് ലോസ് എന്ന് പറഞ്ഞ് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ 3 ഗ്യാസ് ലോസിനെയും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ ഫോർമുല ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ 3 പേരെയും കൺസിഡർ ചെയ്യണം. 3 പേരെ കൺസിഡർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം, പ്രഷർ inversely proportional to volume, then volume directly proportional to temperature, then pressure directly proportional to temperature, and then പിന്നെന്താണ്? അവഗാഡ്രോസ് ലോ ആണ്. അവഗാഡ്രോസ് ലോ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുത്താൽ മതി? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്, ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ്, ആൻഡ് 1 മോൾ ഈക്വൽ ടു അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് NA എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ വീണ്ടും 6.023 × 10⁻23 എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിനെല്ലാത്തിനെയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? PV ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T എന്ന് കിട്ടും. ഈ പ്രഷർ ഇൻറ്റു വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T. അപ്പോൾ വി ഹാവ് ടു റൈറ്റ് ആസ് PV ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് നമ്മളവിടെ കൊടുക്കും RT. ഇത് 1 മോൾ ഓഫ് ദ സബ്സ്റ്റൻസിനാണ്. സപ്പോസ് ഇഫ് ദർ ആർ n നമ്പർ ഓഫ് മോൾസ് contained in the gas, we have to write as PV equal to nRT. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? 1 മോൾ ഓഫ് ദ സബ്സ്റ്റൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണ് കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ദിസ് ഈസ് കോൾഡ് ആസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇനി നമുക്ക് കാണേണ്ടത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ ഡിഫറെൻറ്റ് ഫോമുകളാണ്. ഇതാണ് ജനറൽ ആയിട്ടുള്ള ഫോം ഐഡിയൽ ഗ്യാസിൻ്റെ ഫോർമാറ്റ്. നമ്മളതിനെ നമ്പർ ഓഫ് മോൾസിൻ്റെ ടൈമിൽ, നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ ടൈമിൽ, ഡെൻസിറ്റിയുടെ ടൈമിൽ, മോളാർ മാസിൻ്റെ ടൈമിലൊക്കെ ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ റെപ്രസെൻറ്റ് ചെയ്യും. നമുക്കിനി അതെന്തൊക്കെയാണെന്നുള്ളത് കാണാം. അപ്പോൾ നമുക്ക് ഇനി ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ, നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്ത ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ഏതൊക്കെയാണെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. PV ഈക്വൽ ടു nRT. R എന്ന് പറഞ്ഞാൽ എന്താണ്? R is called as യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ എത്രയാണ്? ദാറ്റ് ഈസ് 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ എന്ന് പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് SI യൂണിറ്റ് ആണ്. ഇതേപോലെ തന്നെ CGS എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1.99 or 1.98. നമ്മളതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്തൊക്കെ 1.982 എന്നാണ് കേട്ടോ എടുക്കാറുള്ളത്. 1.98 കലോറി പെർ ഡിഗ്രി സെൽഷ്യസ് പെർ മോൾ എന്ന് എടുക്കാം. ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് 1.98 വെച്ച് ചെയ്യേണ്ട, 2 ആയിട്ട് തന്നെ എടുത്തോ. 1.98ഉം 2ഉം തമ്മിൽ 0.02ൻ്റെ വ്യത്യാസമല്ലേ വരുന്നുള്ളൂ. ഇനി ജൂൾ പെർ കെൽവിൻ പെർ മോളാണ്. ജൂൾ പെർ കെൽവിൻ പെർ മോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയമെൻഷൻ എന്ത് വരും മക്കളെ? ജൂൾ ആണെങ്കിൽ ml² T⁻⁻2 ഡിവൈഡഡ് ബൈ കെൽവിൻ എന്ന് പറഞ്ഞാൽ K തന്നെയാണ്, ഇത് മോൾ തന്നെയാണ്. പുതിയൊരു ക്വാണ്ടിറ്റി പഠിക്കുമ്പോൾ അതിൻ്റെ യൂണിറ്റും ഡയമെൻഷനും ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ ദിസ് ഈസ് ml² T⁻⁻2 K⁻⁻1 മോൾ⁻⁻1. അപ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ യൂണിറ്റായി ഡയമെൻഷനായി
2 ഡിഫറൻറ്റ് യൂണിറ്റുകൾ ഓർമ്മയിലിരിക്കുന്നത് നല്ലതാണ്. 2 ഡിഫറൻറ്റ് യൂണിറ്റ് സിസ്റ്റത്തിലുള്ള വാല്യൂസ് ഓർമ്മയിലിരിക്കുന്നത് നല്ലതാണ്. വേറൊരെണ്ണം കൂടി ഉണ്ടല്ലോ, 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ പെർ കെൽവിൻ എന്ന് പറഞ്ഞിട്ട്. അത് അധികം നമുക്ക് യൂസേജിൽ വരുന്നില്ല. നമുക്ക് ഫിസിക്സിൽ മെയിനായിട്ട് ഉപയോഗം വരുന്ന ഈ 2 വാല്യൂസാണ്, 8.314ഉം അതുപോലെ തന്നെ 1.98. അപ്പോൾ പി വി ഈക്വൽ ടു NRT. ഇത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എപ്പോൾ മാത്രമാണ്, വെൻ യു ഹാവ് ബീൻ പ്രൊവൈഡഡ് ദ നമ്പർ ഓഫ് മോൾസ്. സപ്പോസ് അവിടെ നമ്പർ ഓഫ് മോൾസ് ഒന്നും തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. നമ്പർ ഓഫ് മോൾസ് തരാതെ നമ്മളോട് പറയാണ് ഇഫ് ദർ ആർ m ഗ്രാം ഓഫ് ദ സബ്സ്റ്റൻസ്. ഇപ്പോൾ നിങ്ങളോട് പറയുന്നു ഗ്യാസ് ഏതാണ്ട് തന്നിട്ടില്ല, അപ്പോൾ m ഗ്രാം മാസ് മാത്രമാണ് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, m ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M. നമ്പർ ഓഫ് മോൾസിനെ എന്തെന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് ഇൻറ്റു RT എന്ന് എഴുതാം. ഈ മാസ് നമുക്ക് തന്നിട്ടുള്ള ഗ്യാസിൻ്റെ മാസാണ്. അപ്പോൾ ഈ മാസിനെ താഴേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രഷർ ഇൻറ്റു വോളിയം ഡിവൈഡഡ് ബൈ മാസ് ഈക്വൽ ടു RT ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M. M എന്ന് പറഞ്ഞാൽ കണ്ടെയ്നറിലുള്ള ഗ്യാസിൻ്റെ മാസും ക്യാപിറ്റൽ M എന്ന് പറഞ്ഞാൽ ആ ഗ്യാസിൻ്റെ അറ്റോമിക് മാസ് അല്ലെങ്കിൽ മോളിക്കുലർ മാസ്. മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ അത് ഡെൻസിറ്റിയാണ്. ഇവിടെ വോളിയം ഡിവൈഡഡ് ബൈ മാസ് അല്ലേ, സോ നമുക്കതിന് എന്ത് എഴുതാം, വോളിയം ഡിവൈഡഡ് ബൈ മാസ് ഇസ് 1 ബൈ ഡെൻസിറ്റി. തെറ്റരുത്, പ്രഷറും ഡെൻസിറ്റി. അപ്പോൾ P ഡിവൈഡഡ് ബൈ വോളിയം ബൈ മാസ് ഇസ് റിട്ടൺ ആസ് 1 ബൈ ഡെൻസിറ്റി ഈക്വൽ ടു എന്ത് വരും, RT ഡിവൈഡഡ് ബൈ M. So the second form of ideal gas equation is P by rho equal to RT by M. അല്ലെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം, that can be written as P into M equal to rho RT എന്നും പറയാം. PV equal to NRT എന്ന് പറഞ്ഞ പോലെ PM equal to rho RT. That is the second form of representation of ideal gas equation. കഴിഞ്ഞിട്ടില്ല, നമുക്ക് ഇനിയും മറ്റൊരു തരത്തിൽ കൂടെ റെപ്രസെൻറ്റ് ചെയ്യാം. ആൻഡ് ദാറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. നോക്കിക്കോ, നമ്മൾ തുടങ്ങുന്നത് ആസ് യൂഷ്വൽ PV ഈക്വൽ ടു NRTയിൽ തന്നെയാണ്. നമ്മൾ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണ്, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് അല്ലേ, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസാണ്. ഈ ഗിവൺ മാസിനെ നമുക്കൊരു കണ്ടെയ്നറിൻ്റെ അകത്ത് നിങ്ങളോട് പറയുകയാണ് M ഗ്രാം ഓഫ് ദ ഗ്യാസ് ഈസ് കണ്ടെയ്ൻഡ് ഇൻസൈഡ് ദ കണ്ടെയ്നർ എന്ന് പറഞ്ഞു. അപ്പോൾ M ഗ്രാം ഓഫ് ഗ്യാസ് ഈസ് കണ്ടെയ്ൻഡ് എന്ന് പറഞ്ഞാൽ ഇത് ടോട്ടൽ മാസ് ഓഫ് ദ ഗ്യാസ് ഇൻസൈഡ് ദ കണ്ടെയ്നറാണ്. ഈ ടോട്ടൽ മാസ് ഓഫ് ഗ്യാസ് ഇൻസൈഡ് ദ കണ്ടെയ്നറിനെ എനിക്ക് എങ്ങനെ എഴുതാം, ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻസൈഡ് ദ കണ്ടെയ്നർ ഇൻറ്റു മാസ് ഓഫ് 1 മോളിക്യൂൾ. ഒരു മോളിക്യൂളിൻ്റെ മാസിനെ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻസൈഡ് ദ കണ്ടെയ്നർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ടോട്ടൽ മാസ് കിട്ടുന്നത്. ഒരാളുടെ മാസ് M0 ആണ്, അതിൻ്റെ അകത്ത് n നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ ടോട്ടൽ മാസ് n ഇൻറ്റു M0 ആവും, ഡിവൈഡഡ് ബൈ ഇതെന്താണ്, മോളാർ മാസ് എന്ന് പറഞ്ഞാൽ എന്താ, n നമ്പറിൻ്റെ അല്ല, അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ മാസാണ് ക്യാപിറ്റൽ M. ഒരു മോളിൻ്റെ മാസാണ് ക്യാപിറ്റൽ M. സോ ദാറ്റ് മീൻസ് ദിസ് ക്യാപിറ്റൽ M റെപ്രസെൻറ്റ്സ് ദ മാസ് ഓഫ് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ദ ഗ്യാസ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് NA ഇൻറ്റു M0. ഒരാളുടെ മാസ് M0, അവിടെ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്, സോ ടോട്ടൽ മാസ് ഇസ് ക്യാപിറ്റൽ M. അപ്പോൾ M0 ഡിവൈഡ് ചെയ്ത് പോയാൽ നമ്പർ ഓഫ് മോൾസിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ N ഡിവൈഡഡ് ബൈ NA. അപ്പോൾ നമ്മുടെ PV ഈക്വൽ ടു NRT ഒന്നും മാറില്ലേ, എങ്ങനെ മാറും, നമുക്ക് എന്ത് എഴുതാം, PV ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ക്യാൻ ബി റിട്ടൺ ആസ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ ഇൻറ്റു R ഇൻറ്റു T. ഇവിടെ ഇപ്പോൾ കുറച്ച് അധികം ടൈമുകൾ വന്നു. ഇത് നമുക്കറിയാം, ആറിൻ്റെ വാല്യൂ അറിയാം, NA എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പറാണ്, അതിൻ്റെ വാല്യൂ അറിയാം. സോ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ രണ്ടുപേരും നമുക്ക് ഓൾറെഡി അറിയാവുന്ന കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഈ R/NA അതിൻ്റെ വാല്യൂ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുക. R ഡിവൈഡഡ് ബൈ NA എന്ന് പറയുന്ന റേഷ്യോ ഓഫ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആൻഡ് അവഗാഡ്രോ നമ്പർ. അപ്പോൾ R ഡിവൈഡഡ് ബൈ NA, ആറിൻ്റെ വാല്യൂ 8.314 ഡിവൈഡഡ് ബൈ ഇത് 6.023 ഇൻറ്റു 10⁻23. 8.023 into 10⁻23, and that R/NA you will be getting as 1.38 into 10⁻⁻23 ജൂൾ പെർ കെൽവിൻ എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും.
8.314 എന്ന് പറഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് വരുന്നത് ജൂൾ പെർ കെൽവിൻ പെർ മോൾ ആണ്. ഇത് 6.023 × 10⁻23 പെർ മോൾ. അപ്പോൾ പെർ മോൾ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ജൂൾ പെർ കെൽവിൻ എന്ന് കിട്ടും. ആൻഡ് ദിസ് കോൺസ്റ്റന്റ് ഇസ് കോൾഡ് ആസ് ബോൾട്ട്സ്മാൻസ് കോൺസ്റ്റന്റ്. നമ്മളതിനെ കെ സഫിക്സ് ബി എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സോ യു ഗോട്ട് അനദർ ഫോം ഓഫ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ദാറ്റ് ഈസ് പി വി ഈക്വൽ ടു, അവിടെ എൻ ഉണ്ട്, ആർ ഡിവൈഡഡ് ബൈ എൻ എക്ക് പകരം എന്ത് എഴുതിയാൽ മതി, കെ ബി എന്ന് എഴുതിയാൽ മതി, ഇൻറ്റു ടി എന്ന് കിട്ടും. പി വി ഈക്വൽ ടു എൻ ഇൻറ്റു കെ ബി ടി. ദിസ് ഇസ് അനദർ ഫോം ഓഫ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഓൺലി വെൻ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇസ് ഗിവൺ. നമ്പർ ഓഫ് മോൾസ് തന്നാൽ എൻ ആർ ടി, നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നാൽ എൻ കെ ബി ടി, ഡെൻസിറ്റി തന്നാൽ പി ഡിവൈഡ് പി എം ഈക്വൽ ടു റോ ആർ ടി. അപ്പോൾ 3 ഫോമുകളാണ് നമ്മൾ കണ്ടത്. ഈ 3 നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആവശ്യം വരുന്ന ആൾക്കാരാണ്. ഇത് പ്രത്യേകിച്ചും ഇമ്പോർട്ടൻ്റ് ആണ്. ബോൾട്ട്സ്മാൻസ് കോൺസ്റ്റൻ്റെ വാല്യൂ ഓർമ്മ വേണം. അത് പിന്നീട് ഈ ചാപ്റ്ററിൽ തന്നെ പലതവണ നമുക്ക് ആവശ്യം വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഓൾ അബൌട്ട് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആൻഡ് ഇറ്റ്സ് ഡിഫറെൻറ്റ് ഫോംസ്. ഓക്കെ, അപ്പോൾ നമ്മൾ മക്കളെ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ പറ്റിയാണ്. പക്ഷേ ഐഡിയൽ ഗ്യാസ് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പോൾ ഐഡിയൽ ഗ്യാസ് എന്നുദ്ദേശിക്കുന്നത് മ്യൂച്വലി പ്രത്യേകിച്ച് ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഇല്ലാത്ത ഗ്യാസ് മോളിക്യൂളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഐഡിയൽ ഗ്യാസ് എന്ന് വിളിക്കുന്നത്. സോ ദ ഗ്യാസ് മോളിക്യൂൾസ് ആർ സെഡ് ടു ബി ഐഡിയൽ ഇഫ് ദർ ഈസ് നോ ഫോഴ്സ് ഓഫ് മോളിക്കുലാർ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദം. ഒരു തരത്തിലുള്ള മോളിക്കുലാർ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷനും അവർ തമ്മിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം വരും, എപ്പോഴാണ് അവർ തമ്മിൽ ഇൻ്റർ മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ലാതിരിക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും അവിടെ. അപ്പോൾ നമുക്ക് ഐഡിയൽ ഗ്യാസുകളുടെ ഒരു ഡെഫിനിഷനിലേക്ക് പോവാം. സോ അവർ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ആൻ ഐഡിയൽ ഗ്യാസ്. സിമ്പിളായിട്ട് പറയാം, പി വി ഈക്വൽ ടു എൻ ആർ ടി ഒബേ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് ഐഡിയൽ ഗ്യാസ് എന്ന് പറയാം. അത് മാത്തമാറ്റിക്കൽ ഇക്വേഷനാണ്. പക്ഷേ ഐഡിയൽ ഗ്യാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ദർ ഷുഡ് ബി നോ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദം. ടോട്ടൽ ഫോഴ്സ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് മസ്റ്റ് ബി 0. രണ്ടാമത്തെ എന്ന് പറയുന്നത് ദ ഗ്യാസ് മോളിക്യൂൾസ് ഷുഡ് ബി വെരി സ്മോൾ. അതായത് നമുക്ക് കുറേ ആറ്റംസ് ഒക്കെ ചേർന്നിട്ടുള്ള വലിയ വലിയ ഗ്യാസുകൾ ഉണ്ടാവും. അത്തരത്തിലുള്ള ഗ്യാസുകളിൽ നിന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഓർഗാനിക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓർഗാനിക് ആയിട്ടുള്ള ഇപ്പോൾ മീഥൈൻ പ്രൊപ്പൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഹൈ മോളിക്കുലർ മാസുള്ള ഗ്യാസുകൾ ഉണ്ടാവും. അതിനൊന്നും നമുക്ക് ഒരിക്കലും എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, ഐഡിയലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ സൈസ് തന്നെ വളരെ കൂടുതലാണ്. ഇപ്പോൾ നിങ്ങളൊരു ഈ മീഥൈൻ മോളിക്യൂൾ എടുത്താൽ തന്നെ അതിൽ ഒരു കാർബണും 4 ഹൈഡ്രജനും ഉണ്ടാവും, CH4 ആണ്. അപ്പോൾ അതൊക്കെ വലിയൊരു മോളിക്യൂളാണ്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ ടൈപ്പ് ഓഫ് ഗ്യാസ് മോളിക്യൂളുകളൊന്നും നമുക്ക് ഐഡിയൽ ഗ്യാസിൻ്റെ കൺസെപ്റ്റിൽ വരില്ല. സോ ഐഡിയൽ ബിഹേവിയർ ഈസ് ഓൾവേസ് ഷോൺ ബൈ ഗ്യാസസ് വിത്ത് സ്മോൾ സൈസ് ഓഫ് ദ മോളിക്യൂൾസ്. അപ്പോൾ ചെറിയ മോളിക്യൂൾസിൻ്റെ സൈസ് എന്തായിരിക്കണം, കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കണം. അവർ തമ്മിൽ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇതാണ് ഒരു ഗ്യാസ് ഐഡിയൽ ആവാനുള്ള 2 കണ്ടീഷൻ. അപ്പോൾ രണ്ടാമത്തെ കാര്യം മോളിക്കുലാർ സൈസ് ഷുഡ് ബി വെരി സ്മോൾ. ഇപ്പോൾ നമുക്ക് വലിയ അതായത് വളരെ അധികം മോളിക്കുലർ മാസ് ഉള്ള ഗ്യാസുകളും ഉണ്ടാവും, ചെറിയ ഗ്യാസ് മോളിക്യൂളും ഉണ്ടാവും. ഇപ്പോൾ ഹൈഡ്രജൻ, ഓക്സിജൻ, അതൊക്കെ ചെറിയ ഗ്യാസ് മോളിക്യൂൾസ് ആണ്. അതേസമയം അവരൊക്കെ കമ്പൈൻ ചെയ്ത് വരുന്ന മീഥൈൻ പ്രൊപ്പൈൻ എന്നൊക്കെ പറയുന്ന ഓർഗാനിക് ആയിട്ടുള്ള ഗ്യാസുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഐഡിയൽ ബിഹേവിയർ അവർക്ക് കാണിക്കുക പോസിബിൾ അല്ല. ഇനി അപ്പോൾ സൈസിൻ്റെ കാര്യം അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്തിലേക്കാണ് പോകേണ്ടത്? അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ എപ്പോഴാണ് ഇല്ലാതിരിക്കുക? നമുക്കറിയാം, ഏത് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണെങ്കിലും ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. Intermolecular force of attraction between molecules is inversely proportional to their separation. അപ്പോൾ ഈ ഫോഴ്സ് അപ്രോക്സിമേറ്റ്ലി 0 ആവണം എന്നുണ്ടെങ്കിൽ, ഫോഴ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ലെങ്കിൽ, ഫോഴ്സ് ഇല്ലാതിരിക്കാനുള്ള കണ്ടീഷൻ എന്താ? ഈ പ്രൊപ്പോർഷണലിറ്റി കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ? ഇൻ്റർമോളിക്കുലർ ഡിസ്റ്റൻസ് വളരെ കൂടുതലാണെങ്കിൽ അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. ഇവിടെ R എന്ന് പറയുന്ന മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും ആര് കുറഞ്ഞു വരും? ഫോഴ്സ് കുറഞ്ഞു വരും. അങ്ങനെ ഇഫ് ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ലാർജ് ഡിസ്റ്റൻസ് ദ ഫോഴ്സ് ഈസ് അപ്രോക്സിമേറ്റ്ലി ബിക്കം 0. അപ്പോൾ വളരെ കൂടിയ ഡിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് അവിടെ ഫോഴ്സ് ഇല്ല എന്ന് തന്നെ കൺസിഡർ ചെയ്യാം. അപ്പോൾ
ഇതിൻ്റെ കണ്ടീഷൻ ഫോഴ്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് വരുന്ന ഒരു ഐഡിയ എന്താണ്? ഇന്റർമോളിക്കുലാർ സെപ്പറേഷൻ ഷുഡ് ബി വെരി ലാർജ്. മോളിക്കുലാർ സെപ്പറേഷൻ കൂടുതലാവുന്നത് എപ്പോഴാണ്? മോളിക്യൂൾസ് വളരെ അകന്നിരിക്കുമ്പോഴാണ്. എപ്പോഴാണ് മോളിക്യൂൾസിന് വളരെ അകന്നിരിക്കാൻ സാധിക്കുക? അതിന് മോളിക്യൂൾസിൻ്റെ ഡിസ്റ്റൻസ് വളരെ കൂടുതലാവുന്നത് എപ്പോഴാണ്? അതിന് 2 കണ്ടീഷൻസ് നമുക്ക് പറയാം. ഒന്നാമത്തെ, മോളിക്യൂൾസ് വളരെ അകന്നിരിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ വെലോസിറ്റി വളരെ കൂടുതലായിരിക്കണം, അല്ലെങ്കിൽ കൈനറ്റിക് എനർജി വളരെ കൂടുതലായിരിക്കണം. കൈനറ്റിക് എനർജി കൂടുതൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വെലോസിറ്റി കൂടുതൽ എന്നാണ്. എപ്പോഴാണ് മോളിക്യൂൾസിൻ്റെ വെലോസിറ്റി കൂടുതൽ? when their temperature is very high. So intermolecular force of attraction 0 ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഐഡിയൽ ബിഹേവിയർ വരും. ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് വളരെ കൂടുതലാണെങ്കിൽ ഫോഴ്സ് 0 ആവും എന്ന് പറഞ്ഞു. അപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ കൂടുതലാണെങ്കിൽ എന്നുള്ളൊരു പുതിയൊരു പോയിന്റ് നമുക്കവിടെ കിട്ടി. അപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ കൂടുതലാവണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്താണ്? ദ വെലോസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഷുഡ് ബി വെരി ഹൈ. വെലോസിറ്റി കൂടുതലാവുന്നത് എപ്പോഴാണ്? ഗ്യാസ് മോളിക്യൂൾസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരേ ഒരു ഫാക്ടർ ആരാണ്? ടെമ്പറേച്ചർ ആണ്. ബിക്കോസ് RMS വെലോസിറ്റി ഓഫ് മോളിക്യൂൾസ് ഇസ് കാൽക്കുലേറ്റഡ് ആസ് √3RT ഡിവൈഡഡ് ബൈ m. സോ വെലോസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഡിപ്പെൻഡ്സ് ഓൺലി അപ്പോൺ ടെമ്പറേച്ചർ. സോ നമുക്ക് എന്ത് പറയാം? ടെമ്പറേച്ചർ ഷുഡ് ബി ഹൈ എന്ന് പറയാം. ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ മാത്രം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ടെമ്പറേച്ചർ കൂടുതലുമായിരിക്കണം. അതേപോലെ തന്നെ ഈ ഗ്യാസ് മോളിക്യൂൾ തമ്മിൽ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഇല്ലാതിരിക്കണം എന്ന് പറഞ്ഞു. ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള സെപ്പറേഷൻ വളരെ കൂടുതലായിരിക്കണം. സെപ്പറേഷൻ കൂടുതലാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ മക്കളെ? ദ സൈസ് ഓഫ് ദ കണ്ടെയ്നർ ഷുഡ് ബി വെരി ഹൈ, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വോളിയം ഷുഡ് ബി വെരി ഹൈ. വോളിയം വളരെ കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രഷർ എക്സ്പീരിയൻസ് ബൈ ദ ഗ്യാസ് മോളിക്യൂൾ ഷുഡ് ബി വെരി ലോ. നെഗ്ലിജിബിൾ പ്രഷർ ആയിരിക്കണം. ഗ്യാസ് മോളിക്യൂൾ തമ്മിൽ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. ഫോഴ്സ് ഇല്ലെങ്കിൽ പിന്നെ പ്രഷർ ഉണ്ടാവും മക്കളെ. അപ്പോൾ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഇല്ല. ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഇല്ലെങ്കിൽ പ്രഷർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും. അപ്പോൾ ഒരു ഡൗട്ട് വരും, ഫോഴ്സ് 0 ആകുമ്പോൾ എങ്ങനെയാണ് പ്രഷർ വെരി ലോ വരിക? പ്രഷർ 0 അല്ലേ വരിക എന്നുള്ളൊരു ഡൗട്ട് വരും. അതിൻ്റെ ഉത്തരം നമ്മളുടെ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറിൽ കിടക്കുന്നുണ്ട്. ഇവിടെ കണ്ടെയ്നറിൻ്റെ അകത്തെ പ്രഷർ എന്ന് പറയുന്നത് it is a result of the collision between gas molecules and also with the walls of the container. അപ്പോൾ മോളിക്യൂൾസ് തമ്മിൽ ഇൻട്രാക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ ഫോഴ്സ് 0 ആണ്. പക്ഷേ ആ മോളിക്യൂളിന് കണ്ടെയ്നറിൻ്റെ വാൾസായിട്ട് കൊളൈഡ് ചെയ്യാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ചെറിയൊരു പ്രഷർ എന്തായാലും അവിടെ ഉണ്ടാവും. ഇത് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ആണ്. മോളിക്യൂൾസ് തമ്മിൽ ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ഉറപ്പാണ്, അതുകൊണ്ട് ഒരു പ്രഷർ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇവിടെ പ്രഷർ ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ കുറവായിരിക്കും. ആ പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ കൊളീഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ആൻഡ് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. അപ്പോൾ ആ 2 പോയിന്റുകൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എ ഗ്യാസ് റീച്ചസ് ദ ഐഡിയൽ ബിഹേവിയർ മീൻസ് ദ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഷുഡ് ബി 0 ആൻഡ് ദ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ 0 മീൻസ് ദർ ഇന്റർമോളിക്കുലർ സെപ്പറേഷൻ ഷുഡ് ബി വെരി ലാർജ്. എപ്പോഴാണ് സെപ്പറേഷൻ കൂടിയിരിക്കുക? മോളിക്യൂൾസിൻ്റെ വെലോസിറ്റി കൂടുമ്പോൾ. മോളിക്യൂൾസിൻ്റെ വെലോസിറ്റി കൂടുന്ന എപ്പോഴാണ്? ടെമ്പറേച്ചർ കൂടുതലായിരിക്കുമ്പോൾ. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ ഈസ് വൺ കണ്ടീഷൻ ഫോർ ദ ഐഡിയൽ ഗ്യാസ്. സെക്കൻഡ് കണ്ടീഷൻ, ഇപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ വളരെ കൂടുതലാണെന്ന് പറഞ്ഞു. ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ കൂടുതലാണെങ്കിൽ ആ മോളിക്യൂൾസ് തമ്മിലുള്ള വോളിയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ മോളിക്യൂൾ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന വോളിയം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. വോളിയം കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? പ്രഷർ കുറവായിരിക്കും. ഓക്കെ, പ്രഷർ കുറവെന്ന് പറഞ്ഞാൽ നെഗ്ലിജിബിൾ പ്രഷറാണ്. ഇപ്പം നമ്മളൊക്കെ ജീവിക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നമ്മൾ നോർമലി എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ ടെമ്പറേച്ചർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത് ഐഡിയൽ ആണോ റിയൽ ആണോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾക്ക് കിട്ടുന്ന ടെമ്പറേച്ചർ അറൗണ്ട് 30 to 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇറ്റ് ഈസ് എ ലോ ടെമ്പറേച്ചർ. ഓക്കെ, അതേസമയം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷറോ? ഇറ്റ്സ് എ ഹ്യൂജ് പ്രഷർ ഓഫ് ഓൾമോസ്റ്റ് 1 atm. 1 atm എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുമ്പോൾ ചെറുതാന്ന് തോന്നും, ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് 10⁵5 പാസ്കൽ ആണ്, അല്ലെങ്കിൽ 10⁵5 Nm/m² ആണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ. അപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ലോ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലുമാണ്. ഹൈ ടെമ്പറേച്ചറിലും ലോ പ്രഷറിലും മാത്രമേ ഗ്യാസിന് എന്ത് ബിഹേവിയർ വരുള്ളൂ? ഐഡിയൽ ബിഹേവിയർ വരുള്ളൂ. അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത് ഐഡിയൽ അല്ല, ആൻഡ് വി വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് എ റിയൽ ഗ്യാസ് കണ്ടീഷൻ. അപ്പോൾ ഐഡിയൽ ബിഹേവിയർ ഒബേ ചെയ്യാത്ത ആൾക്കാരെയാണ് നമ്മൾ റിയൽ ഗ്യാസുകൾ എന്ന് പറയുക. ഐഡിയൽ ബിഹേവിയറിന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. വളരെ ഹൈ ടെമ്പറേച്ചറും നെഗ്ലിജിബിൾ ആയിട്ടുള്ള പ്രഷറും അത് നോർമലി സീ ലെവലിൽ നമുക്ക് അവൈലബിൾ അല്ല. നമുക്ക് ലബോറട്ടറി കണ്ടീഷൻസിൽ ക്രിയേറ്റ് ചെയ്യാന്നല്ലാതെ ഓപ്പൺ സിറ്റുവേഷൻസ്, ഓപ്പൺ കണ്ടീഷനിൽ അത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. വളരെ ഡിഫിക്കൽട്ട് എന്നല്ല, ഇറ്റ്സ് ഇമ്പോസിബിൾ. അപ്പോൾ ഇത് ഒബേ ചെയ്യാത്ത ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്?
വിളിക്കുന്നത് റിയൽ ഗ്യാസുകൾ എന്ന് വിളിക്കുന്നത്. റിയൽ ഗ്യാസുകൾ എന്ന് പറഞ്ഞാൽ ഗ്യാസസ് വിച്ച് ആർ കെപ്റ്റ് അറ്റ് ലോ വാല്യൂ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് ഹൈ വാല്യൂ ഓഫ് പ്രഷർ. അവർക്ക് നമുക്ക് ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിന് ഐഡിയൽ ഗ്യാസ് ഇക്വേഷന് ഒരു ചെറിയൊരു മോഡിഫിക്കേഷനൊക്കെ വരുത്തി വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻ്റ് ഒക്കെ കൊടുത്തുകൊണ്ട് നമ്മളതിനെ എങ്ങനെയൊക്കെ എഴുതും? പി പ്ലസ് എ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ, വി ഇസ് ദ വോളിയം, ഇൻറ്റു വി മൈനസ് ബി, വി എന്ന് പറഞ്ഞാൽ വോളിയം തന്നെയാണ് കേട്ടോ, ഈക്വൽ ടു ആർ ടി എന്ന് കിട്ടും. എ ആൻഡ് ബി ആർ കോൾഡ് ആസ് വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻറ്റ്. ഇതേ കാര്യം നിങ്ങൾ യൂണിറ്റ് ആൻഡ് ഡയമെൻഷനിൽ കണ്ടിട്ടുണ്ടാവും. ഫൈൻഡ് ദ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻസ് ഓഫ് ദ കോൺസ്റ്റൻറ്റ്സ്, വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻറ്റ്സ് എ ആൻഡ് ബി. ഇതാണ് റിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഹൈ ടെമ്പറേച്ചറിൽ മാത്രമേ ഒബേ ചെയ്യുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫായിട്ട് നമുക്കൊരു ഗ്രാഫ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ എക്സ് ആക്സിസിൽ നമ്മൾ പ്രഷറിനെയും വൈ ആക്സിസിൽ പി വി ഡിവൈഡർ ബൈ എൻ ടിയെ നമ്മൾ എടുക്കുന്നു. പി വി ഡിവൈഡർ ബൈ എൻ ടി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, പി വി ഈക്വൽ ടു എൻ ആർ ടി അല്ലേ. അപ്പോൾ പി വി ഡിവൈഡർ ബൈ എൻ ടി എന്ന് പറഞ്ഞത് ആരാ? ആറാണ്. പി വി ഡിവൈഡർ ബൈ എൻ ടി എന്ന് പറയുന്നത് ആറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പി വി ഡിവൈഡർ ബൈ എൻ ടിയെ പി വി ഡിവൈഡർ ബൈ എൻ ടി വേഴ്സസ് പ്രഷർ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചറിൻ്റെ വാല്യൂ വളരെ കൂടുതലാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് ദിസ് പി വി ബൈ എൻ ടി ആസ് എ കോൺസ്റ്റൻറ്റ്. ആ കോൺസ്റ്റൻ്റ് ആണ് ആര്? ഈ ആർ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ പി വി ഡിവൈഡർ ബൈ എൻ ടി എന്ന് പറയുന്ന ഗ്രാഫ് ഇൻ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് പ്രഷർ ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് പ്രഷർ ആക്സിസിന് പാരലൽ ആയിട്ട് വരുമ്പോൾ മാത്രമേ അത് എന്തായിട്ട് മാറുള്ളൂ? ഐഡിയൽ ഗ്യാസ് ആയിട്ട് മാറുള്ളൂ. കാരണം ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ പി വി ബൈ എൻ ടിയുടെ വാല്യൂ ആറാണ്. ആർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. അത് അറ്റ് എനി വാല്യൂ ഓഫ് പ്രഷർ അതിൻ്റെ വാല്യൂ എന്ത് തന്നെയാണ്? കോൺസ്റ്റൻ്റ് ആണ്. സോ ദിസ് പി വി ബൈ എൻ ടി എന്ന് പറയുന്നത് ആറാണ്. ആൻഡ് ദിസ് ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. ഇത് ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചറിലാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഉറപ്പിച്ച് പറയാം, ആറായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ദിസ് വുഡ് ബി ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ പ്രഷർ എന്ന് യാതൊരു ഡൗട്ടും കൂടാതെ പറയാം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചറിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുന്നു, ടെമ്പറേച്ചറിലും പ്രഷറിലും. അപ്പോൾ നമുക്കവിടെ ഗ്രാഫിൽ കാണുന്ന ചില ചേഞ്ചുകൾ നോക്കാം. നമ്മൾ ടെമ്പറേച്ചറിലും പ്രഷറിലൊക്കെ ചെറിയ ചേഞ്ച് വരുത്തുമ്പോൾ നിങ്ങൾക്ക് ഗ്രാഫ് ഇത് ഇങ്ങനെ കിട്ടും. ഇനി ഞാൻ വേറൊരു ടെമ്പറേച്ചറിൽ എടുക്കുകയാണ്, ഇങ്ങനെ വരും. അങ്ങനെ 2-3 ഡിഫറെൻറ്റ് റേഞ്ചസ് ഓഫ് ടെമ്പറേച്ചറിൽ എടുക്കുമ്പോൾ ദിസ് ഈസ് അറ്റ് T1, ദിസ് ഈസ് അറ്റ് T2, ദിസ് ഈസ് അറ്റ് T3. അപ്പോൾ ഡിഫറെൻറ്റ് ടെമ്പറേച്ചറുകളിൽ ആ ഗ്രാഫിൻ്റെ ഷേപ്പിൽ ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ ഈ 3 പേരിലും പി വി ബൈ എൻ ടി കോൺസ്റ്റൻ്റ് അല്ലല്ലോ. സോ ഓൾ ദിസ് 3 റെപ്രസെൻറ്റ്സ് റിയൽ ഗ്യാസസ്. അപ്പോൾ അത് 3 പേരും യാതൊരു ഡൗട്ടും വേണ്ട, പി വി ബൈ എൻ ടി കോൺസ്റ്റൻ്റ് അല്ലാത്തതുകൊണ്ട് ഓൾ ദിസ് 3 റെപ്രസെൻറ്റ്സ് റിയൽ ഗ്യാസസ്. ഇനി ആ റിയൽ ഗ്യാസുകളിൽ തന്നെ ഐഡിയൽ ബിഹേവിയറിനോട് ഓൾമോസ്റ്റ് അടുത്ത് നിൽക്കുന്ന ആരാണ്? T1 ആണ്. ഏറ്റവും മാറി നിൽക്കുന്ന ആരാ? T3 ആണ്. സോ ടെമ്പറേച്ചർ എത്രയും കൂടുതലാണോ, ടെമ്പറേച്ചർ കൂടും തോറുമാണ് അതിനെന്ത് വരേണ്ടത്? ഐഡിയൽ ബിഹേവിയർ വരേണ്ടത്. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയ കാര്യം എന്താണ്? T1 ആണ് ഇവിടെ ഹയസ്റ്റ് ടെമ്പറേച്ചർ, ദെൻ T2 ആണ്, ദെൻ T3 ആണ്. അതായത് ഐഡിയൽ ബിഹേവിയറിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണ് ആദ്യത്തെ ഗ്രാഫ്. സോ നമുക്ക് അറിയാവുന്ന കാര്യം, ടെമ്പറേച്ചർ കൂടുന്തോറുമാണ് അതിന് ഐഡിയൽ ബിഹേവിയർ വരുന്നത്. T3യിൽ നിന്ന് T2ലേക്ക് പോയി, T2യിൽ നിന്ന് T1ലേക്ക് പോകുന്നതോറും, അതായത് T3 ടു T1 നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ദ ഗ്യാസ് ഓൾമോസ്റ്റ് റീച്ചിങ് ദ ഐഡിയൽ ബിഹേവിയർ. സോ ഏതാണോ ഐഡിയൽ ബിഹേവിയറിനോട് മോസ്റ്റ് ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് അവിടുത്തെ ടെമ്പറേച്ചർ ആയിരിക്കും കൂടുതൽ. സോ ദിസ് ഇസ് അബൌട്ട് ദ variation of a gas with respect to അല്ലെങ്കിൽ variation of the ideal behavior of a gas with respect to pressure and PV divided by NT. ഇതെന്താണെന്നുള്ള കാര്യത്തിൽ ഡൗട്ട് വേണ്ട. ദിസ് റെപ്രസെൻറ്റ്സ് ആറാണ്, 8.314 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്ന കൺസെപ്റ്റിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ മക്കളെ ഇന്ന് നമ്മൾ എന്താണ് ഐഡിയൽ ഗ്യാസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വരെയാണ് എത്തി നിൽക്കുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഗ്യാസ് ലോസിൽ നിന്നാണ്. ആദ്യം നമ്മൾ ബോയിൽസ് ലോയുടെ കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ അതിനുശേഷം ബോയിൽസ് ലോയുടെ 2 വെർഷൻസ് പറഞ്ഞു. ദെൻ വി ഡിസ്കസ്ഡ് അബൌട്ട് ചാൾസ് ലോയുടെ 2 ഡിഫറെൻറ്റ് വെർഷൻസ് ആൻഡ് ദ കമ്പാരിസൺ ഓഫ് ഗ്യാസസ് അത് കണ്ടു. NCERT-യിലൊന്നും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്റർ കമ്പാരിറ്റീവ്ലി NCERT-യിൽ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. പിന്നെ നീറ്റിനായാലും JEE-ക്കായാലും വെയിറ്റേജ് വളരെ കുറവാണ്. നമുക്കിതിൽ ചില കൺസെപ്റ്റുകൾ മാത്രമേ വല്ലാതെ ആവശ്യം വരുന്നുള്ളൂ. ഇതിൽ RMS വെലോസിറ്റിയുടെ ആ ഒരു സെക്ഷനൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നീറ്റിൻ്റെ സിലബസിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ടുള്ളതാണ് 2-3 years ബാക്ക്.
അപ്പോൾ ചാൾസ് ലോയ്ക്ക് ശേഷം പിന്നെ നമ്മൾ എന്താ കണ്ടത്, അത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ അത് ചെറിയ ചാപ്റ്ററാണ്, പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ നോക്കിക്കോളൂ. പിന്നെ അതിന് ശേഷം നമ്മൾ ഗ്യാസ് ലോസ് കമ്പൈൻ ചെയ്ത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഫോം ചെയ്തു. പിന്നെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ ഡിഫറൻറ്റ് ഫോംസ് കണ്ടു. പിന്നെ എന്താണ് നമ്മൾ കണ്ടത്, ഇത് തന്നെയാണ് 3 ഡിഫറെൻറ്റ് ഫോംസ് കണ്ടു. ദെൻ വി ഹാവ് ഡിഫൈൻഡ് ദ ഐഡിയൽ ഗ്യാസ്, എപ്പോഴാണ് അതിന് ഐഡിയൽ ബിഹേവിയർ വരുന്നത്. ഇനി ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് വാരിയേഷൻ വരുന്ന സമയത്ത് അതൊരു റിയൽ ഗ്യാസ് ആയിട്ട് മാറും, അതിൻ്റെ ഇക്വേഷൻ കണ്ടു. ആൻഡ് ഫൈനലി ദ വാരിയേഷൻ ഓഫ് ഐഡിയൽ ബിഹേവിയർ ഓഫ് ഗ്യാസ്. ഇതുവരെയാണ് ഇന്ന് നമ്മൾ നിർത്തിയത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൻ്റെ പോസ്റ്റുലേറ്റ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് എന്തായാലും ഇത്ര മതി. ഓക്കെ, താങ്ക് യു.